എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് സ്റ്റൈൽ ഫിഷ് ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന ഫിഷ് ഫ്രൈയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. തയ്യാറാക്കുന്ന മസാലയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ ടേസ്റ്റിലാണെന്നുണ്ടെങ്കിലും കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് സ്റ്റൈൽ ഫിഷ് ഫ്രൈ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് മീൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാൻ 1/2 കിലോ അളവിലാണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷം വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരാണെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിലാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി വിനാഗിരിയും ഉപ്പും കൂടി നല്ലപോലെ ഈ മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അതിനുശേഷം ഒരു 15 മിനിറ്റോളം സമയം ഇത് നമുക്ക് ഇതുപോലെ വയ്ക്കാം. അപ്പോൾ ഈ ഉപ്പും വിനാഗിരിയൊക്കെ മീനിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ച് വരും. അതിനുശേഷമാണ് ബാക്കിയുള്ള മസാലകൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മസാലകൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് തന്നെ വന്നോളും. ഇനിയപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക, അതായത് ഫെനൽ സീഡ്സ്. ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ്. മുഴുവനോട് കൂടി കുരുമുളക് 2 ടീസ്പൂൺ അളവിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയാണ്. മുഴുവനോട് കൂടിയ മല്ലി 1 ടേബിൾ സ്പൂൺ അളവിൽ. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് ചേർക്കാം. ഞാനിപ്പോൾ 4 കാശ്മീരി ഉണക്കമുളകും അതുപോലെ 4 സാധാരണ ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ കാശ്മീരി മുളക് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ആണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം വരും. ഇത് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുപോലെ കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ടും വരില്ല. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വന്നോട്ടെ. ഇത് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് മുളകൊക്കെ ഒന്ന് നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 6-7 വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിപ്പോൾ ചെറുതായ കാരണമാണ് ഇത്രയ്ക്ക് കൂടുതൽ ചേർക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 6 മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിലേക്ക് നമുക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അളവിലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത് അരച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 7-8 ചെറിയുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ആയിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി. അത് നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ ഈ തവയ്ക്ക് ചെറിയൊരു ചൂടുണ്ട്, അതിലേക്കാണ് നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് അളവിൽ നാളികേരം ചിരുകിയതാണ്. അപ്പോൾ നാളികേരം ചിരുകിയതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. സാധാരണ മീൻ വറുത്തതൊന്നും തയ്യാറാക്കുമ്പോൾ നമ്മൾ നാളികേരം ചിരുകിയത് അല്ലെങ്കിൽ പെരിഞ്ജീരകമൊന്നും ചേർത്ത് കൊടുക്കാറില്ലല്ലോ. പിന്നെ മുഴുവനോട് കൂടിയ മല്ലി, മുഴുവനോട് കൂടിയ മുളക്, അതുപോലെ കുരുമുളക് ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ പൊടിച്ചെടുക്കണ സമയത്ത്, അതായത് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയായിരിക്കും. അതിപ്പോൾ ഏത് കറിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏത് റെസിപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഉപയോഗിക്കണേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റ് വരും. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം വെള്ളം ഒഴിക്കാതെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷമാണ് പിന്നെ നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കുക കേട്ടോ. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മാത്രം മതി. ഇനി വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ മീനിനൊക്കെ മസാല തയ്യാറാക്കില്ലേ, ആ ഒരു രീതിയിൽ അടിച്ചെടുക്കാം നല്ലപോലെ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് അത്യാവശ്യം അളവിൽ വെള്ളം വേണ്ടി വരും കേട്ടോ.
പിന്നെ ഞാൻ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നാരങ്ങ നീരാണെന്നുണ്ടെങ്കിലും. ഇനി എല്ലാം കൂടി നല്ലപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. മല്ലിയൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് അരഞ്ഞു വരണം, അപ്പോൾ തന്നെയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇപ്പോൾ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി തോന്നും. ക്വാണ്ടിറ്റി സാധാരണ നമ്മൾ മീനിൻ്റെ മസാല തയ്യാറാക്കണേക്കാളും കൂടുതൽ തന്നെയുണ്ട് ഇതിൽ. കാരണം നമ്മൾ ഇതിലേക്ക് നാളികേരം ചിരുകിയത് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കേട്ടോ. ഇനി മസാല നമുക്ക് മീനിൽ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. വരഞ്ഞെടുത്തതിൻ്റെ ഉൾഭാഗത്തും അതുപോലെ മീനിൻ്റെ ഉൾഭാഗത്തെല്ലാം നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും വയ്ക്കുക. ഓവർനൈറ്റൊക്കെ വെക്കണമെങ്കിൽ കൂടുതൽ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ കൂടുതൽ സമയം വെക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പം തന്നെയായിരിക്കും നന്നായിട്ട് മാറുക. സാധാരണ മീൻ ഫ്രൈയുടെ ഒരു ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ച് നാളികേരം അതുപോലെ പെരിഞ്ചീരകമൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും അതുപോലെ ഒരു പ്രത്യേക മണമൊക്കെ തന്നെയായിരിക്കും ഈ ഒരു ഫിഷ് ഫ്രൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നാളികേരം ചേർക്കാതെയും ചെട്ടിനാട് സ്റ്റൈൽ ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാറുണ്ട് ചിലർ. അതുപോലെ ഗ്രാമ്പൊക്കെ ചേർത്തിട്ടും തയ്യാറാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ പലരും പല രീതിയിലാണ് തയ്യാറാക്കിയെടുക്കാറ്. ഇനി ഞാനിതിലേക്ക് കോൽപ്പുളി അല്ലെങ്കിൽ വാളൻ പുളിയുടെ പൾപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ അളവിൽ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അവസാനം ചേർത്ത് കൊടുത്തെന്നുള്ളൂ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഒരുപാട് അളവിലായി പോകണ്ട. നമ്മൾ ഓൾറെഡി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ചേർക്കുക. പുളി കൂടിപ്പോയാലും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തെടുത്ത മീനെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. അതിനുശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കണത് കേട്ടോ. അപ്പോൾ മീൻ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്തെടുക്കില്ല, ആ ഒരു രീതിയിൽ തിരിച്ചു മറിച്ചും 1-2 പ്രാവശ്യം ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ ചെട്ടിനാട് സ്റ്റൈലിലുള്ള ചിക്കൻ കറിയുടെയും അതുപോലെ ചെട്ടിനാട് സ്റ്റൈൽ എഗ് കറിയുടെയും റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതും വ്യത്യസ്തമായിട്ടുള്ള രുചിയോട് കൂടിയ ഒരു ഫിഷ് ഫ്രൈ തന്നെയാണ്. ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേച്ച് പിടിപ്പിച്ച മസാല ഉണ്ടല്ലോ, അതൊക്കെ എണ്ണയിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പൊട്ടിപ്പോവാതെ പതുക്കെ തന്നെ സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. അതിനുശേഷം നല്ലപോലെ ആ ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആണ് ഇപ്പോൾ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കണത്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ച് കൊടുത്തിരുന്നത്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ഫിഷ് ഫ്രൈ ഒക്കെ നന്നായിട്ട് തന്നെ വരിക. ഇനി ഞാനിത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ഭാഗം കൂടി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ പല ടൈപ്പിലുള്ള ഫിഷ് ഫ്രൈയുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റവ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കണ ഗോവൻ സ്റ്റൈൽ ഫിഷ് ഫ്രൈ, അതുപോലെ ഒരുപാട് വെറൈറ്റി ഫിഷ് ഫ്രൈ, മീൻ വാഴയിലയിൽ പൊള്ളിച്ചത്, അതായത് കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത്, അതുപോലെയുള്ള റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് റെഡി ആയിട്ട് വന്നോട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഫിഷ് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇത് മതി. ഒരുപാട് ഫ്രൈ ആയിട്ട് വന്നാലും ഫിഷ് ഫ്രൈ ഒന്നും അത്രയ്ക്ക് നന്നായിട്ട് വരില്ലല്ലോ. പിന്നെ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരും. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലോട്ടോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലോട്ടോ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഒരു മീനും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും അതായത് സ്ലോ കുക്കിംഗ് ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അതിപ്പോൾ മീനെന്നല്ല, ഏത് റെസിപ്പി ആണെന്നുണ്ടെങ്കിലും മിക്കവാറും റെസിപ്പീസൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ എല്ലാം റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മീൻ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു റെസിപ്പി കൂടി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.